Hope in Jesus presents. എൻ്റെ പേര് ശ്യാമള. ഞാൻ തോന്നയ്ക്കൽ നിന്ന് വരുന്നു. എനിക്ക് 2010 എൻ്റെ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായി. അത് മെഡിക്കൽ കോളേജിൽ കാണിച്ച് സർജറി വേണമെന്ന് പറഞ്ഞു. സർജറി കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേപോലെ ഉണ്ടായി. അപ്പോൾ RCCയിലേക്ക് വിട്ടു എന്നെ. അവിടെ ചെന്ന് പരിശോധിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, എങ്കിലും സർജറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമതും സർജറി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കവേ 2014 ആഗസ്റ്റ് മാസത്തിൽ വീണ്ടും എനിക്ക് അതിന് മുമ്പുണ്ടായതിനേക്കാളും വലിയ രീതിയിൽ ബ്രസ്റ്റിൽ മുഴ ഉണ്ടാവുകയും വേദന അനുഭവിക്കുകയും ചെയ്തു. എനിക്ക് ഇനിയും ഒരു സർജറിക്ക് പോകാൻ വയ്യ. സാമ്പത്തികമായിട്ടും ഞാൻ ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെ ഞാൻ വളരെയധികം വിഷമിച്ച് വേദന സഹിച്ച് കഴിയുകയായിരുന്നു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, നിനക്കിനി ഓപ്പറേഷൻ വേണ്ടി വരില്ല, ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നമ്മളെ അസുഖം പൂർണ്ണമായും സുഖപ്പെടുമെന്ന് പറഞ്ഞു. എന്നെ അവിടെ കൊണ്ടുവന്നു ഞാൻ ഈ വിവരമെല്ലാം അവിടെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനും എൻ്റെ ചേച്ചിയും കൂടി അവിടെ പോയി മാമോഗ്രാഫി ടെസ്റ്റിനും അൾട്രാ സ്കാനിങ് ടെസ്റ്റിനും എഴുതി. ഡോക്ടർ പറഞ്ഞ് ഏറ്റവും അടുത്തുള്ള ഡേറ്റ് തരാൻ പറയണം. അവിടെ ചെന്ന് ഡേറ്റ് ചോദിച്ചപ്പോൾ അവർ പറയാണ് ഇന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു അത്ഭുതമായി തോന്നി. അങ്ങനെ അന്ന് തന്നെ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു. 4 മണിയോടുകൂടി റിസൾട്ട് കിട്ടി. റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ പറയുന്നു ഒരു കുഴപ്പവുമില്ല, 6 മാസം കഴിഞ്ഞുള്ള ഒരു അൾട്രാ സ്കാനിങ്ങിനും ഡേറ്റ് എടുത്തിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. ഒരു ഗുളിക പോലും എനിക്ക് കഴിക്കേണ്ടി വന്നില്ല. അങ്ങനെ വീട്ടിൽ വന്നിട്ട് പിറ്റേന്നുള്ള ആരാധനാ ദിവസം ഞാൻ ആറ്റിങ്ങിൽ വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബ്രസ്റ്റിൽ എന്തോ ഒരുമാതിരി ഒരു വൈബ്രേഷൻ പോലെ എനിക്കുണ്ടായി. അതെന്തോ ഉരുണ്ട് മറിഞ്ഞ് എന്നിൽ നിന്നും താഴ്ന്നു പോണതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അപ്പോൾ തന്നെ അവിടെ എഴുതി നിന്ന് കാര്യം പറഞ്ഞു. 6-ാം മാസത്തിലെ ടെസ്റ്റിന് ഞാൻ പോയപ്പോൾ അപ്പോഴും പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇനി 1 വർഷം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒരു ഗുളിക പോലും കഴിക്കാനിടയാവാതെ എൻ്റെ കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തി. കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. റോമർ 8:32 വിശുദ്ധ വേദപുസ്തകം പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ഷുവർലി ഹി വിൽ ഗീവ്. യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മെ പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ അനന്തരഫലമായ രോഗത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, അസമാധാനത്തിൽ നിന്നും, നിത്യനരകത്തിൽ നിന്നും വീണ്ടെടുക്കാനായി അയച്ച സ്വർഗത്തിലെ ദൈവം അതോടുകൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? നിശ്ചയം സകലവും നൽകും. യോഹന്നാൻ 3:16 വേദപുസ്തകം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആരും നശിച്ചു പോകരുത്. നോ ബഡി ഷുഡ് പെരിഷ് ബട്ട് എവരിബഡി ഷുഡ് ഹാവ് എറ്റേണൽ ലൈഫ്. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. അതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു, യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തെ സ്നേഹം ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. പരിമിതിയില്ലാത്ത, പരിധികളില്ലാത്ത, കണ്ടീഷൻസ് ഇല്ലാത്ത, നിബന്ധനകളില്ലാത്ത സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം. ഞാൻ നിന്നെ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പൻ്റെ സ്നേഹത്തേക്കാൾ, അമ്മയുടെ സ്നേഹത്തേക്കാൾ, ഈ ലോകത്തിൽ നമ്മെ ആരെങ്കിലും അധികം സ്നേഹിക്കുന്ന സ്നേഹത്തേക്കാൾ വലിയ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നിർവചിക്കുവാൻ കഴിയാത്ത, മനുഷ്യബുദ്ധിക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ കഴിയാത്ത ദൈവീക സ്നേഹം. റോമർ 5:8 വേദപുസ്തകം പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഒരു പാപി ആരും സ്നേഹിക്കത്തില്ല. എന്നാൽ യേശു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു, തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. അതുകൊണ്ട് ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരാതിരിക്കുമോ? നിശ്ചയം ദൈവം നമുക്ക് തരും. ഇത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് നാം സ്വീകരിക്കുന്നത്. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് മത്തായി 6:26 വേദപുസ്തകം പറയുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നുമില്ല, എങ്കിലും സ്വർഗത്തിലെ ദൈവം അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർ കൊടുക്കുന്നു. നിങ്ങൾ അവയേക്കാൾ അധികം വിശേഷതയുള്ളവരല്ലയോ? 31-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. മുമ്പേ രാജ്യവും നീതിയും അന്വേഷിക്കുക,
അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. ഓൾ തിങ്സ് വിൽ ബി ആഡഡ് ഓൺ. അപ്പോസ്തല പ്രവൃത്തികൾ 14:17 വേദപുസ്തകം പറയുന്നു, അവൻ നന്മ ചെയ്യുകയും ആകാശത്ത് നിന്ന് മഴയും ഫലഭൂഷ്ടിയുള്ള കാലങ്ങളും നമുക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നമ്മെ തൃപ്തരാക്കുകയും ചെയ്യുന്ന ദൈവമാകുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ഹി വിൽ സാറ്റിസ്ഫൈ us. ദൈവം നമുക്ക് തൃപ്തി തരും. പുറപ്പാട് 20:12 ദൈവം നമുക്ക് ദീർഘായുസ് തരുന്ന ദൈവമാണ്. സങ്കീർത്തനം 127:3 ദൈവം നമുക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എഫെസ്യർ 1:3 വേദപുസ്തകം പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു സകല ആത്മീക അനുഗ്രഹങ്ങളാലും. സദൃശ്യവാക്യങ്ങൾ 10:22 ദൈവത്തിൻ്റെ അനുഗ്രഹത്താലാണ് നമുക്ക് സമ്പത്തുണ്ടാകുന്നത്. സങ്കീർത്തനം 15:7 ദൈവം ഒരുത്തനെ ഉയർത്തും മറ്റൊരുത്തനെ താഴ്ത്തും. സങ്കീർത്തനം 121:2 വേദപുസ്തകം പറയുന്നു, നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. വീണ്ടും സങ്കീർത്തനം 127:1 യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. 3-ാം വാക്യത്തിൽ തൻ്റെ പ്രിയനോ ദൈവം ഉറക്കത്തിൽ കൊടുക്കുന്നു. വാട്ട് എ ഗ്രേറ്റ് ഗോഡ്! എത്ര വലിയ സ്നേഹമുള്ള ദൈവമാണ്. യേശുവിനെ തന്നവൻ നമുക്ക് അതോടുകൂടെ സകലവും തരും. നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചാണ് ഭാരപ്പെടുന്നത്? എന്ത് കാര്യത്തെക്കുറിച്ചാണ് ആകുല ചിന്തയിലായിരിക്കുന്നത്? എന്താണ് നിങ്ങളെ നിരാശപ്പെടുത്തുന്നത്? ഏത് പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം ലഭിക്കാത്തത്? ഏത് കാര്യത്തിനാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് മുമ്പിലേക്ക് പോകുവാൻ കഴിയാതിരിക്കുന്നത്? പ്രിയ സഹോദര, പ്രിയ സഹോദരി, സകലവും തന്ന് അനുഗ്രഹിക്കുന്നവനാണ്. ദീർഘായുസ് തരുന്നവൻ, തൃപ്തി വരുത്തുന്നവൻ, മക്കളുടെ മക്കളെയും കാണുവാൻ തക്കവണ്ണം കൃപ തരുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് വേദപുസ്തകം. വീണ്ടും വേദപുസ്തകം പറയുന്നു, കൊലോസ്യർ 1:20 യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം സമാധാനമുണ്ടാക്കി. യാക്കോബ് 1:5-8 വരെ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ സകലർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, അവനവർക്ക് ധാരാളമായ ദൈവിക ജ്ഞാനം കൊടുക്കും. പഠിക്കുവാൻ ജ്ഞാനമില്ലാതെ പരീക്ഷ എഴുതി പരാജയപ്പെട്ട് നിരാശപ്പെട്ട് തളർന്നിരിക്കുന്നുവോ? ജ്ഞാനത്തിൻ്റെ ഉറവിടം, ട്രഷേഴ്സ് ഓഫ് നോളജ് ആൻഡ് വിസ്ഡം ആർ ഹിഡൻ ഇൻ ദി ഓൾമൈറ്റി ഗോഡ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ ഗുപ്തമായിട്ടുണ്ട്. ജ്ഞാനം ചോദിച്ചാൽ ദൈവം തരും. ഏത് കാര്യത്തിന് കർത്താവായ യേശുവിന് അത്ഭുതകരമായ ഉത്തരം തരുവാനായിട്ട് കഴിയും. പുത്രനായ യേശുവിനെ തന്നവൻ അതോടുകൂടെ സകലവും തരും. ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തരും. ഇരമ്യാവ് 33:3 ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ദൈവം നമുക്ക് സൗഖ്യം തരും. പുറപ്പാട് 15:26 വേദപുസ്തകം പറയുന്നു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ദൈവം നമുക്ക് ജയം തരും. റോമർ 8:37 വേദപുസ്തകം പറയുന്നു, ദൈവം നമുക്ക് ജയം തരും. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 6-ാം വാക്യത്തിൽ ദൈവം നാം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഓൾ തിങ്സ് ഷാൽ ബി ആഡഡ് ഓൺ. എല്ലാം ഇതോടുകൂടെ ദൈവം നമുക്ക് തരും. പുത്രനെ തന്നവൻ അതോടെ സകലവും നൽകാതിരിക്കുമോ? നിശ്ചയം ദൈവം തരും. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുന്ന ദൈവമാണ്. മാത്രവുമല്ല, ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, ദൈവം നമ്മുടെ ഭാവിയെക്കുറിച്ച് അത്ഭുതകരമായ ഉയർന്ന ഒരു പദ്ധതി തയ്യാറാക്കുന്ന ദൈവമാണ്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹി ഹാസ് തോട്ട്സ് ആൻഡ് പ്ലാൻസ് ഫോർ യുവർ ഗുഡ് ഫ്യൂച്ചർ. നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി ദൈവത്തിന് പദ്ധതികൾ ദൈവത്തിനുണ്ട്. ബിക്കോസ് ഹി ലവ്സ് യു. നിങ്ങളുടെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. ദൈവം നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും. നിങ്ങൾ വിചാരിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഭാവി ഏറ്റവും അനുഗ്രഹപരമായിരിക്കും. ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക സഹോദര, ധൈര്യപ്പെടുക സഹോദരി. നിങ്ങളുടെ ഭാവി ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവം അതിനായി നല്ല ഭാവിക്കായി പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും നിങ്ങൾക്ക് വിശ്വാസത്താൽ ദൈവത്തിൻ്റെ കൃപയാൽ ഇത് നിങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും. എഫെസ്യർ 2:8 വേദപുസ്തകം പറയുന്നു, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. റോമർ 1:17 വേദപുസ്തകം പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും.
വിശ്വാസത്താലാണ് ഇതൊക്കെ നാം പ്രാപിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാലാണ് ഇതൊക്കെ നാം സ്വന്തമാക്കുന്നത്. വിലാപങ്ങൾ 3:22 വേദപുസ്തകം പറയുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവൻ്റെ കൃപയാലാണ്. 23 വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, രാവിലെ തോറും അവൻ്റെ കൃപ പുതിയതാകുന്നു. ദാവീദിൻ്റെ നിശ്ചല കൃപകൾ, ഷുവർ മെർസീസ് ഓഫ് ഡേവിഡ്. ഈ ദൈവകൃപയാണ് ഈ ദൈവത്തിൽ നിന്ന് സൗഖ്യവും സമാധാനവും വിടുതലും അനുഗ്രഹവും ഉയർച്ചയും പ്രാപിക്കുവാൻ നമ്മെ ശക്തരാക്കുന്നത്. ഇത് വിശ്വാസത്താൽ നാം പ്രാപിക്കുന്നതാണ്. ഇത് മനുഷ്യ മനസ്സിൻ്റെ സാധാരണ ബുദ്ധിക്ക് മനസ്സിലാകുന്നതല്ല. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരു മനസ്സിന് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എബ്രായർ 1:11 വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ദൈവം പറയുന്നതിനെ നമുക്ക് വിശ്വസിപ്പാനായിട്ട് കഴിയുമോ? ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനെ നമുക്ക് വിശ്വസിപ്പാനായിട്ട് കഴിയുമോ? ദൈവവചനത്തെ നമുക്ക് വിശ്വസിപ്പാനായിട്ട് കഴിയുമോ? അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു, സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി വിശ്വസിപ്പാനായിട്ട് കഴിയുമോ? വചനമോ എന്നേക്കും നിലനിൽക്കും, അവ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. അവൻ അരുളി ചെയ്തതിനെ അവൻ നിവർത്തിയാക്കുവാൻ ജാഗരിച്ചുകൊള്ളും. കർത്താവ് പറഞ്ഞതിനെ, സ്വർഗത്തിലെ ദൈവം പറഞ്ഞതിനെ അത് നിവർത്തിയാക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ ജാഗരിച്ചുകൊള്ളും എന്ന് വേദപുസ്തകം പറയുന്നു. 2 കൊരിന്ത്യർ 1:20 വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവയെല്ലാം ഉവ്വ് എന്നാകുന്നു. അത് ദൈവത്തിന് മഹത്വമുണ്ടാകുവാൻ, നമ്മുടെ ജീവിതത്തിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുവാൻ, അത് വെളിപ്പെടുവാൻ നാം ആമേൻ എന്ന് പറഞ്ഞ് അതിനെ സ്വന്തമാക്കണം. സംഖ്യാപുസ്തകം 14 അധ്യായം 30 വാക്യത്തിൽ വേദപുസ്തകം പറയുന്ന, അവിശ്വസിച്ചവരാരും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചില്ല. പിറുപിറുത്തവർ മരുഭൂമിയിൽ, വിശ്വസിക്കാത്തവർ മരുഭൂമിയിൽ മരിച്ചു വീണു എന്ന് വേദപുസ്തകം പറയുന്നു. വിശ്വസിപ്പാൻ കഴിയാതിരിക്കുമ്പോഴാണ് നാം നിരാശപ്പെട്ടു പോകുന്നതും തളർന്നു പോകുന്നതും ഭാരപ്പെടുന്നതും പിറുപിറുക്കുന്നതുമൊക്കെ. വിശ്വസിക്കാത്തവർ മരുഭൂമിയിൽ മരിച്ചു വീണു. വിശ്വസിച്ചവർ ദൈവത്തിൻ്റെ വാഗ്ദത്ത നാടിനെ സ്വന്തമാക്കി. വിശ്വസിക്കുന്ന ദൈവജനത്തിന് ഇന്നും സ്വർഗത്തിലെ ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളെയും സ്വന്തമാക്കുവാനായിട്ട് കഴിയും. നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയും. നിങ്ങളുടെ മക്കൾക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയും. ദൂരസ്ഥന്മാരായ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു വരുത്തിയ ഏവർക്കും സ്വന്തമാക്കുവാനായിട്ട് കഴിയും. എബ്രായർ 3:12 വിശ്വസിപ്പാൻ കഴിയാത്ത ഒരു ഹൃദയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തപ്പോഴെല്ലാം കർത്താവ് പറഞ്ഞു, നിൻ്റെ വിശ്വാസം മകളെ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വിശ്വാസം പോലെ ഭവിക്കട്ടെ, നീ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഇതായിരുന്നു കർത്താവിൻ്റെ വാക്കുകൾ. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് കർത്താവ് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളെയും നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയും. യേശുവിനെ തന്നവൻ അതോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? മാർക്കോസ് 11:24 അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചോദിച്ച കാര്യം ലഭിച്ചു എന്ന് വിശ്വസിക്കാം. മാർക്കോസ് 9:23 വിശ്വസിക്കുന്നവന് സകലവും കഴിയും. 1 പത്രോസ് 5:9 വിശ്വാസത്തിൽ സ്ഥിരത ഉള്ളവരായിരിക്കും. നമുക്ക് വിശ്വസിക്കാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയും. മച്ചിയായവളെ മക്കളുടെ അമ്മയാക്കി ദൈവം സന്തോഷിപ്പിക്കും. അതെ, ഒരു കുഞ്ഞിനെ ദൈവം നമുക്ക് തരും. വിവാഹം ദൈവം നടത്തും. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, തക്കതായ ഒരു തുണയെ കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നിശ്ചയം ദൈവം അത് ചെയ്യും. എബ്രായർ 12:2 ഇന്ന് നമുക്ക് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. റോമർ 12:3 വേദപുസ്തകം പറയുന്നു, ഓരോരുത്തർക്ക് വിശ്വാസത്തിൻ്റെ ഒരു അളവ് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ അത് സംഭവിക്കും. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ, വിശ്വസിച്ചുകൊണ്ട് ഈ രോഗത്തോട് മാറിപ്പോകുവാൻ പറഞ്ഞാൽ, വിശ്വസിച്ചുകൊണ്ട് ഈ അന്ധകാര ശക്തിയോട് ഈ ദേശം വിട്ട് മാറിപ്പോകുവാൻ പറഞ്ഞാൽ, വിശ്വസിച്ചുകൊണ്ട് ഈ പൈശാചിക ബന്ധനത്തോട്, ഈ പാപത്തിൻ്റെ ആസക്തിയോട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോകുവാൻ, നിങ്ങളുടെ തലമുറകളെ വിട്ട് മാറിപ്പോകുവാൻ നിങ്ങൾ വിശ്വാസത്തോടുകൂടെ പറഞ്ഞാൽ, വിശ്വസിച്ചുകൊണ്ട് പറയുന്നത് അത് സംഭവിക്കും. റോമർ 10:17 വേദപുസ്തകം പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അതിനാൽ നിങ്ങൾ കേൾക്കുന്ന കാര്യത്തിൽ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം.
എഫേസ്യർ 5:6 വ്യർത്ഥ വാക്കുകളാൽ നിങ്ങളെ ആരും ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വന്നത്. അതുകൊണ്ട് സങ്കീർത്തനം 1:1 എഴുതിയിരിക്കുന്നത് പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ നമുക്ക് ന്യായപ്രമാണത്തിൽ സന്തോഷിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് സന്തോഷിക്കാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് വായിക്കാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കാം. റോമർ 12:2 എഴുതിയിരിക്കുന്നത് പോലെ ദൈവവചനപ്രകാരം നമ്മുടെ മനസ്സ് പുതുക്കാം. ദൈവവചനപ്രകാരം നമ്മുടെ ചിന്തകളെ പുതുക്കാം. ദൈവവചനപ്രകാരം നമ്മുടെ ഹൃദയത്തെ പുതുക്കാം. നമ്മുടെ ചിന്തകളെ ദൈവവചനപ്രകാരം നമുക്ക് മാറ്റാം. നമ്മൾ പറയുന്ന വാക്കുകൾ ദൈവവചനപ്രകാരമാകട്ടെ. ദൈവവചനപ്രകാരം നമ്മൾ വിശ്വാസത്തോടെ പറയുന്നത് ദൈവകൃപയാൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അത് സംഭവിക്കട്ടെ. മാർക്കോസ് 11:23 മുതൽ 24 വരെ ആരെങ്കിലും നിന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. റോമർ 10:8 വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. The word is in our heart, the word is in our mouth. അതേ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയുന്നത് സംഭവിക്കും. അത്ഭുതം നടക്കും, വിടുതലുണ്ടാകും, മലകൾ മാറിപ്പോകും. അതേ നിരാശപ്പെട്ട അനുഭവങ്ങൾ മാറും. ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ സംഭവിക്കും. പ്രകൃത്യാതീതം സംഭവിക്കും. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ എന്തു പറഞ്ഞാലും അത് സംഭവിക്കും. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയുമ്പോൾ താങ്ക് യു, ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇറങ്ങി വരികയാണ്. പുത്രനെ തന്നവൻ അതോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നിശ്ചയം തരും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യഭാരങ്ങൾ എന്തായിരുന്നാലും ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക്, കർത്താവിൻ്റെ സന്നിധിയിൽ അവയെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ, നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വലിയ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിനായിട്ട്, വചനത്തിൻ്റെ വെളിപ്പാടുകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. പുത്രനെ തന്നവൻ പാപികളായിരിക്കുമ്പോൾ തന്നെ യേശുവിനെ നമുക്ക് വേണ്ടി മറുവിലയാകുവാൻ ഈ ലോകത്തിലേക്ക് അയച്ച സ്വർഗത്തിലെ ദൈവം അതോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? സകലവും തരും. രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും, അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ട് സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി. കടഭാരങ്ങൾ മാറും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സകലവും സാധ്യം, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. വിശ്വസിച്ചുകൊണ്ട് പറയുന്നത് വിശ്വസിക്കുവാൻ, അപ്പോൾ സംഭവിക്കുവാൻ. ജീവനും മരണവും ഞങ്ങളുടെ നാവിൻ്റെ തുമ്പിലായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പിറുപിറുക്കാതിരിപ്പാൻ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉള്ളവരായിരിക്കാൻ യേശു പറഞ്ഞതിന്, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതിന്, പരിശുദ്ധാത്മാവ് എഴുതിയതിന് അതിനെ 100% വിശ്വസിപ്പാൻ, വിശ്വസിച്ചുകൊണ്ട് പ്രാപിക്കുവാൻ, അതിനെ സ്വന്തമാക്കുവാൻ പുത്രനെ തന്നവൻ അതിലൂടെ സകലവും തരും. അതുകൊണ്ട് സ്തോത്രം, സ്തോത്രം. നന്ദി കർത്താവേ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. അങ്ങയുടെ മഹിമാദിനത്തിനൊത്തവണ്ണം ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. അന്ധകാര ബന്ധനങ്ങൾ വെളിയിലേക്ക് വരട്ടെ. പാപത്തിൻ്റെ ആസക്തികൾ, മദ്യപാനത്തിൻ്റെ ആസക്തികൾ കുടുംബങ്ങളിൽ നിന്ന്, ജീവിതങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് വെളിയിലേക്ക് വരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നന്ദി കർത്താവേ, നന്ദി. സ്വസ്ഥതയും സമാധാനവും വരട്ടെ. ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. നന്ദി പറയുന്നു. ഭവനങ്ങളിൽ വ്യാപരിക്കട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകലരുടെ ജീവിതങ്ങളിലും ദൈവിക സമാധാനവും സ്വസ്ഥതയും ഇപ്പോൾ വരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുണ്ടാകട്ടെ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. കടഭാരങ്ങൾ മാറുന്നുകൊണ്ട് സ്തോത്രം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറട്ടെ. നന്ദി കർത്താവേ. ഡൈവോഴ്സിൻ്റെ വക്കീലായിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ മേൽ യേശുവിൻ്റെ വലതുകരം ഇപ്പോൾ നീട്ടപ്പെടുകയാണ്. അസ്വസ്ഥതകൾ മാറിപ്പോകുന്നു, സ്വസ്ഥത വരികയാണ്, ഒന്നായിത്തീരുകയാണ്. ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപിരിക്കരുത്. നന്ദി. ഒരു പിശാചിനും വേർപിരിപ്പാൻ അവകാശമില്ല. പിശാചിൻ്റെ സകല പദ്ധതികളും ആ കുടുംബത്തിലുള്ളതിന് യേശു ഇപ്പോൾ മാറ്റിക്കളയുകയാണ്. നന്ദി കർത്താവേ, നന്ദിയോടെ സ്തോത്രം. നന്ദി പറഞ്ഞ് ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നന്ദി കർത്താവേ, നന്ദി. മക്കൾ ജനിക്കുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞ ഒരു സഹോദരിയുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ആണിപ്പെടുതൽ കരം ഇപ്പോൾ നിങ്ങളുടെ ഗർഭാശയത്തിൽ തൊടുകയാണ്. ഇപ്പോൾ അത്ഭുതം സംഭവിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ബലഹീനതകളും ഇപ്പോൾ മാറിപ്പോകുന്നു. താങ്ക് യു ലോർഡ്. വിശ്വസിച്ച് അത്ഭുതത്തെ പ്രാപിക്കാം. നന്ദി പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു.
നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 3 പ്രാവശ്യം പരീക്ഷ എഴുതി, ഒരേ പരീക്ഷ എഴുതിയിട്ടും തോറ്റുപോയി വീണ്ടും ഭാരപ്പെട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന, ഇപ്പോഴും ഞാൻ ജയിക്കയില്ല എന്ന് ഭാരപ്പെടുന്ന ഒരു മകൻ്റെ മേൽ ആശ്വസിപ്പിക്കുന്ന, ശക്തി പകരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. തടസ്സങ്ങൾ മാറുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു, പരാജയം ജയമാറി തീരുന്നു. ഇതിലൊക്കെ ദൈവം നമുക്ക് പൂർണ്ണ ജയം തരും. അതുകൊണ്ട് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. നന്ദി കർത്താവ്. ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കുന്നത് കൊണ്ട് സ്തോത്രം. ആത്മധൈര്യത്തെ പകരുന്നതുകൊണ്ട് സ്തോത്രം. എനിക്ക് സകലവും സാധ്യം, ദൈവത്തിന് സകലവും സാധ്യം, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അതുകൊണ്ട് വിശ്വസിപ്പാൻ, ദൈവകൃപ അനുഭവിപ്പാൻ ഈ മകനെ സഹായിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവേ, നന്ദി. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം, നന്ദി കർത്താവേ, നന്ദി. പരീക്ഷ എഴുതുവാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ഇപ്പോൾ വ്യാപരിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ഐ പ്രേ യു വിൽ കം ആൻഡ് ടേക്ക് ചാർജ്. ഒരുത്തന് ജ്ഞാനക്കുറവാകുന്നുവെങ്കിൽ സകലർക്കും ഔദാര്യമായി കൊടുക്കുക. ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവിക ജ്ഞാനത്താൽ ഇപ്പോൾ തന്നെ നിറയപ്പെടട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടെ പോകണം. പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷയിൽ ജയം കൊടുക്കണം, അത്ഭുതത്തെ ചെയ്യണം. അവിടത്തേക്ക് സകലവും സാധ്യം. വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും ലഭിക്കും. അതുകൊണ്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവെ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി രോഗമുള്ള ശരീരങ്ങളിൽ വ്യാപരിക്കുന്നു, ബലഹീനമായ അവയവങ്ങളിൽ വ്യാപരിക്കുന്നു. തൊലിപ്പുറത്തുള്ള രോഗങ്ങൾ യേശു ഇപ്പോൾ സൗഖ്യമാകുന്നു. അകത്തെ അവയവങ്ങളിലെ രോഗങ്ങൾ യേശു ഇപ്പോൾ സൗഖ്യമാകുന്നു. അസ്ഥികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. രക്തത്തിലെ എല്ലാ ബലഹീനതകളും രോഗങ്ങളും യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകുന്നു. ഡയബറ്റീസ് നോർമലാകുന്നു. നന്ദി കർത്താവെ, നന്ദി. ഫൈബ്രോയിഡ് ഇപ്പോൾ അലിഞ്ഞ് മാറിപ്പോകുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ മുഴകൾ അലിയുന്നു. അവൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകിപ്പോകുന്നു. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ, നന്ദി. ശ്വാസതടസ്സം, ആസ്മയായ രോഗത്താൽ ഭാരപ്പെടുന്ന, പല പ്രാവശ്യം ആശുപത്രിയിലായിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മേൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ലങ്സിൽ, ശ്വാസകോശങ്ങളിൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കുന്നു. ഇനി ഒരിക്കലും ആ രോഗം വരാതെ വണ്ണം യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. വിശ്വസിച്ച് പ്രാപിക്കുക. ദൈവകൃപയാൽ വിശ്വസിച്ച് പ്രാപിക്കുക. ഇറ്റ് ഈസ് ബൈ ഗ്രേസ്, നോട്ട് ബൈ വർക്ക്സ്. പ്രവൃത്തികളാലല്ല, ഇത് കൃപയാലാണ്, കർത്താവിൻ്റെ സ്നേഹത്താലാണ് ഇത് സംഭവിക്കുന്നത്. നന്ദി കർത്താവേ. ഒരു മനുഷ്യരും അതിൽ പുകഴുവാൻ ഒന്നുമില്ല. ഇറ്റ് ഈസ് ബൈ ഗ്രേസ്. രാവിലെ തോറും അവൻ്റെ കൃപ പുതിയ കൃപ ഈ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ആത്മാവിൻ്റെ ശക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. അഭിഷേകം എല്ലാ നുഖങ്ങളെയും തകർക്കട്ടെ, എല്ലാ ബന്ധനങ്ങളെയും അഴിക്കട്ടെ. നന്ദി കർത്താവേ. ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, ബുദ്ധി പ്രകാശിക്കപ്പെടട്ടെ. ദൈവവചനത്തിൻ്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കുവാൻ ഉള്ള ദൈവകൃപ ജീവിതങ്ങളിൽ പകരപ്പെടട്ടെ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, സകല നാമത്തിനും മേലായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. പുത്രനെ തന്നവൻ അതോടുകൂടെ സകലവും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഈ കൃപയിൽ ആശ്രയിക്കാം, വിശ്വസിക്കാം, നമുക്ക് സ്വന്തമാക്കാം. അത്ഭുതങ്ങളെ എഴുതിയാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രോഗ്രാമിനായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനായി, സാമ്പത്തികമായി സഹായിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്നതിനായി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിങ്ങൾ നന്ദി പറയട്ടെ. തുറന്ന് പ്രാർത്ഥിക്കുവാനും സാമ്പത്തികമായി സഹായിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും 100 മടങ്ങ് പ്രതിഫലം ലഭിക്കാനും സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തുപരിപാലിക്കട്ടെ. പുത്രനെ തന്നവൻ അതോടുകൂടെ നിശ്ചയം നമുക്ക് സകലവും തരും. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായത്തിലെ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: They were worshiping God in fasting and praying. ഉപവാസത്തിലും പ്രാർത്ഥനയിലും അവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. ഹോപ്പ് ഇൻ ജീസസ് മിനിസ്ട്രിയിൽ എല്ലാ വർഷവും 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തുന്നുണ്ട്. 2017 മാർച്ച് മാസം 15-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 23-ാം തീയതി വരെ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ഹോപ്പ് ഇൻ ജീസസിൻ്റെ മെയിൻ പ്രയർ സെൻ്റർ ആയിരിക്കുന്ന തിരുവനന്തപുരത്തുള്ള നെടുമങ്ങാട് പ്രത്യാശ കേന്ദ്രത്തിൽ വെച്ച് നടത്തുവാൻ ദൈവത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഡാഡി ബ്രദർ എസ് ജെ മനോമോഹനോടൊപ്പം ഞാനും ഞങ്ങളുടെ കൂട്ടു പാസ്റ്റർമാരും ചില ഗസ്റ്റ് പാസ്റ്റേഴ്സും ഈ 40 ദിവസം ശുശ്രൂഷിക്കുന്നു. ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ കുറഞ്ഞത് 3, 4, 5 ദിവസമെങ്കിലും പങ്കെടുക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. അവിടെ താമസിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. വന്നാട്ടെ, നെടുമങ്ങാട് പ്രത്യാശ കേന്ദ്രത്തിൽ വന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹങ്ങളും പ്രാർത്ഥനയ്ക്കുള്ള മറുപടികളും നമുക്ക് പ്രാപിക്കാം. ബ്രദർ സുരേഷ് ബാബു, പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ, പാസ്റ്റർ റൈസൻ തോമസ്, പാസ്റ്റർ നോബിൾ പി തോമസ്, പാസ്റ്റർ ജോഷി ആലപ്പുഴ, പാസ്റ്റർ രമേഷ് കോശി, പാസ്റ്റർ രാജ്മോഹൻ എന്നിവർ ഗസ്റ്റ് പാസ്റ്റേഴ്സായിട്ട് ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുന്നു. വർഷിപ്പ് ലീഡ് ചെയ്യുവാനായിട്ട് അഭിഷിക്തന്മാർ വരുന്നുണ്ട്. ഈ 40 days ഇറ്റ് വിൽ ബി ട്രൂലി എ ബ്ലെസ്സിങ്. വളരെ നമ്മുടെ ഒരു ആത്മീയ ലെവലിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാകുവാൻ
ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ആ 40 days ഫാസ്റ്റിംഗ് പ്രയറിലൂടെ കടത്തിവിടുമ്പോൾ ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു there is going to be a shift in our spiritual life. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ വരണം. മാർച്ച് മാസം 15-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 23-ാം തീയതി വരെ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും നെടുമങ്ങാട് പ്രത്യാശ കേന്ദ്രത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തപ്പെടുന്നു. വരിക, അനുഗ്രഹിക്കപ്പെടും. കൂടുതൽ വിവരങ്ങൾക്ക് 9446318816 എന്ന നമ്പറിൽ വിളിക്കാം. 7012104560 എന്ന നമ്പറിൽ വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ വെബ്സൈറ്റും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാണ്. 2014 മുതൽ 2016 വരെ 3 വർഷം തുടർമാനമായിട്ട് 50-100 ദിവസത്തെ നോർത്ത് ഇന്ത്യൻ മിഷൻ മന്ത്സും മിഷൻ യാത്രകളും നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. നിങ്ങൾ അനേകർ പ്രാർത്ഥിച്ചു, അനേകർ സഹായിച്ചു, അനേകർ ഈ മീറ്റിംഗ്സിൽ പങ്കെടുത്തു. അനേകരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയ 2 വാഹനങ്ങളിൽ യാത്ര ചെയ്യുവാൻ കഴിഞ്ഞ 3 വർഷവും സഹായിച്ചു. ഈ വർഷം ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയ ആലോചന മാർച്ച് മാസം 18-ാം തീയതി മുതൽ ഏപ്രിൽ മാസം 16-ാം തീയതി വരെ ഒരു 30 ദിവസത്തെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ മിഷൻ നടത്തുവാൻ ദൈവം ഞങ്ങൾക്കൊരു ആലോചന നൽകിയിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൻ്റെ ഈസ്റ്റേൺ പാർട്ടും ആസാമും അരുണാചൽ പ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിൽ 30 ദിവസത്തെ സുവിശേഷ യോഗങ്ങളും ഫയർ കോൺഫറൻസസും മിഷണറി ട്രെയിനിങ്സും വില്ലേജ് ക്രൂസൈഡ്സും നടത്തുവാനായിട്ട് ഞങ്ങളെ ദൈവം അതിനായിട്ട് അയക്കുവാൻ പോകുന്നു. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അധികം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്. പ്രാർത്ഥനയിലൊരു ഉണർവ് ദൈവം നമ്മുടെ രാജ്യത്തിൽ അയക്കും. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും നിങ്ങൾ അതിനെ സഹായിക്കുകയും വേണം. അനേകർ കർത്താവിനെ കുറിച്ച് കേൾക്കുവാൻ, അനേകരുടെ ഹൃദയം കർത്താവിലേക്ക് ആവുവാൻ, മാനസാന്തരപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ, അങ്ങനെ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുവാനും എല്ലാം ഈ മിഷൻ ട്രിപ്പ് ഒരു സഹായമാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഞങ്ങളുടെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കണം, ടീം മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കണം, വാഹനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവിടെ നടക്കുന്ന മീറ്റിംഗ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളിതിലൊരു പാർട്ട്ണറാകുവാൻ ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. ദൈവരാജ്യത്തിനായിട്ട് വിതയ്ക്കുന്നവർ 100 ഇരട്ടിയായിട്ട് കൊയ്യുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലുള്ളത്. അതുകൊണ്ട് ഐ വെൽക്കം യു ടു ബി എ പാർട്ട്ണർ ഓഫ് ദ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ മിഷൻ 2017 which is happening in the month of March from the 18th to April 16th. പ്രാർത്ഥിക്കുന്നവർക്ക് നന്ദി. ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഏത് പ്രാർത്ഥന ആവശ്യത്തിനും 24 മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് തയ്യാറാണ്. 4 മൊബൈൽ നമ്പറുകളിൽ നിങ്ങൾക്ക് ഏത് സമയവും വിളിക്കാം. 9446318816, 9446318846, 9446318856, 9446318886 എന്ന 4 നമ്പേഴ്സിൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ മടിക്കാതെ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കത്ത് മുഖേന നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. ഹോപ്പ് ഇൻ ജീസസ്, കെസ്റ്റൺ റോഡ്, ട്രിവാൻഡ്രം 695003 എന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. കത്ത് മുഖേനയുള്ള പ്രാർത്ഥന ആവശ്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി അയക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് എഴുതുവാൻ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. പേര്, വീട്ടുപേര്, സ്ട്രീറ്റ് അഡ്രസ്സ്, സ്ഥലം, സിറ്റി, സ്റ്റേറ്റ്, പിൻകോഡ്, കൃത്യമായിട്ട് പിൻകോഡ് എഴുതണമെന്ന് ഞാൻ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. മൊബൈൽ നമ്പറും കൂടെ അതിൽ എഴുതിയാൽ കൊറിയർ ചെയ്യുവാനും ഒക്കെയുള്ള സാധ്യതകൾ അത് നല്ലതായിരിക്കും. വാട്സാപ്പിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അറിയിക്കാം. ഞങ്ങളുടെ വാട്സാപ്പ് പ്രെയർ ലൈൻ 7012104560 എന്ന നമ്പറിൽ നിങ്ങൾ പ്രാർത്ഥന ആവശ്യങ്ങൾ അയച്ചാൽ ഞാൻ നേരിട്ട് ആ വാട്സാപ്പ് പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിച്ച് മറുപടി തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യങ്ങൾ സബ്മിറ്റ് ചെയ്യാം. www.hopeinjesus.in പ്രെയർ റിക്വസ്റ്റ് ഫോം നിങ്ങൾ അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് പ്രെയർ റിക്വസ്റ്റുകൾ ഞങ്ങളെ അറിയിക്കാം. അത് ഞങ്ങളുടെ ഇമെയിലിലേക്ക് വരും. ഞാനും എൻ്റെ ഡാഡിയും അതിനു വേണ്ടിയിട്ട് വ്യക്തിപരമായി പ്രാർത്ഥിക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്യും.